English is the most easiest language in the world. അല്ലേ, ലോകത്തിലെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള, ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ള ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. എന്നിട്ടും നമ്മൾ മലയാളികൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ പേടിയാണ്, ഭാഷ സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണത്തെ പറ്റിയിട്ടാണ്. ഇറ്റ്സ് നത്തിങ് ബട്ട് ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ 4ാം ക്ലാസ് മുതൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച സാധാരണക്കാരനായിട്ടുള്ള വിദ്യാർത്ഥി ആയിരുന്നുവെങ്കിൽ 4ാം ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ സിസ്റ്റം പഠിക്കുന്നുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിക്കുന്നുണ്ട്, ഗ്രാമാറ്റിക്കൽ ടേംസ് പഠിക്കുന്നുണ്ട്. എന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞത് സൈക്കോളജിക്കൽ ഫാക്ടറാണ്, വേറെ ഒന്നുമല്ല. നമ്മളിപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പോകുന്ന സമയത്ത് ആദ്യം തന്നെ എന്താ ചെയ്യുക, പെഡലിങ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഹാൻഡിൽ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്, ഇങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നൊക്കെ പഠിച്ച് സൈക്കിൾ ചവിട്ടാൻ പോവുകയാണോ ചെയ്യുക? അതല്ല, നേരെ മറിച്ച് സൈക്കിളെടുത്ത് നമ്മൾ ആ സൈക്കിളിൻ്റെ മുകളിൽ കയറി നിൽക്കും, ഹാൻഡിൽ പിടിക്കും, പെഡലിങ്, അതായത് നമ്മൾ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങും, പുറകിൽ നിന്ന് ആരെങ്കിലും പിടിച്ചു തരും, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോവും. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ വീഴും, നമുക്ക് ഫ്രാക്ചർ ഉണ്ടായിരിക്കും, നമുക്ക് സ്ക്രാച്ച് ഉണ്ടായിരിക്കും. അതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്തത്, സൈക്കിൾ ചവിട്ടാൻ പഠിച്ചത്, അല്ലേ? അത് എക്സ്പീരിയൻഷ്യൽ മെത്തേഡാണ്. ഒരു കാര്യം പഠിക്കേണ്ടത് എപ്പോഴും എങ്ങനെയാണ്, എക്സ്പീരിയൻഷ്യലി ആണ്. നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇംഗ്ലീഷ് എന്ന് തന്നെയല്ല, എന്ത് കാര്യമാണെങ്കിലും പഠിക്കേണ്ടത് എക്സ്പീരിയൻസിലൂടെയാണ്. എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്ന കാര്യം ഒരിക്കലും എന്ത് ചെയ്യില്ല, മറക്കില്ല എന്നുള്ളതാണ്. അപ്പം ദർ ആർ 2 types of educations in the world. ഒന്ന് എക്സ്പീരിയൻഷ്യലാണ്, ഒന്ന് അക്കാഡമിക് ആണ്. എപ്പോഴും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എക്സ്പീരിയൻഷ്യലി ലേൺ ചെയ്യാൻ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമാറ്റിക്കൽ ടേം പഠിച്ച്, ഇംഗ്ലീഷിൻ്റെ സിസ്റ്റം പഠിച്ച്, ഇംഗ്ലീഷിൻ്റെ റൂൾസ് പഠിച്ച്, റെഗുലേഷൻസ് പഠിച്ചിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, ഇംഗ്ലീഷിനെ സംസാരിക്കാൻ ശ്രമിക്കേണ്ടത്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താണ് എന്ത് ചെയ്യേണ്ടത്, ഇംഗ്ലീഷിൻ്റെ റൂൾസും സിസ്റ്റവും ഗ്രാമാറ്റിക്കൽ ടേമും ഒക്കെ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. സോ ഹെഡ്വേർഡ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് EPLP എന്ന് പറയുന്ന വളരെ നൂതനമായിട്ടുള്ളൊരു മെത്തേഡാണ്. എക്സ്പീരിയൻസ് പ്ലേസ്ഡ് ലേണിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എക്സ്പീരിയൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങളിൽ കുത്തിവെച്ച് വളരെ ഭംഗിയായിട്ട് നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കുക എന്ന് പറയുന്ന മെത്തേഡാണ്. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം. നമുക്ക് ക്യാമ്പുകളുണ്ട്. ഓഫ്ലൈൻ ക്യാമ്പുകൾ 15 ദിവസത്തെ കോഴ്സാണ്, 15 ദിവസത്തെ ക്യാമ്പുകളാണ്. അതല്ല, നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വരാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ മീറ്റിലൂടെയും വാട്സപ്പിലൂടെയും നമ്മുടെ ക്ലാസ് പോകുന്നുണ്ട്. സോ എക്സ്പീരിയൻസ് ദിസ് ലാംഗ്വേജ്, ലവ് ദിസ് ലാംഗ്വേജ്. എക്സ്പീരിയൻസിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് ഈ ഭാഷേനെ പ്രണയിക്കാൻ പറ്റണം. ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് ദ മോസ്റ്റ് റൊമാൻറ്റിക് ലാംഗ്വേജ് ഇൻ ദ വേൾഡ്. നമ്മൾ ഏത് ഭാഷയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും പ്രണയിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെയാണ്, അതിൻ്റെ റിസൾട്ടൊന്ന് വേറെ തന്നെയാണ്. സോ ഹെഡ്വേർഡ് ഇസ് വെയിറ്റിംഗ് ഫോർ യു. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ. എന്നിട്ട് അഡ്മിഷൻ എടുക്കുന്നതോടൊപ്പം നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. ആ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും, ക്ലാസ്സിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ EPLP എന്ന് പറയുന്ന മെത്തഡോളജി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രെയിനേഴ്സിനും നിങ്ങളുടെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള ട്രെയിനിങ്സും നമുക്ക് തരാൻ വേണ്ടി പറ്റും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഐ എം സൈനിങ് ഓഫ്. ദിസ് ഇസ് നിസാം തവയിൽ ഫ്രം Headword Academy.